ചാലക്കുടി നഗരസഭ വീണ്ടും ജപ്തി ഭീഷണിയിൽ. സർക്കാരിലേക്ക് നൽകുവാനുള്ള 60 കോടി രൂപയുടെ ബാധ്യതയാണ് നഗരസഭയെ വെട്ടിലാക്കിയത്. തുക ഈടാക്കാൻ റവന്യൂ വകുപ്പ് നടപടികൾ കർശനമാക്കിയിരിക്കുകയാണ്. ജപ്തി നോട്ടീസ് നേരത്തെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചാലക്കുടി തഹസിൽദാർ EN രാജു നഗരസഭാ സെക്രട്ടറിയെ കണ്ട് മുന്നറിയിപ്പും നൽകി. 7 ദിവസത്തിനകം തീരുമാനമുണ്ടാക്കണമെന്നാണ് അന്ത്യശാസനം. തിങ്കളാഴ്ച സെക്രട്ടറിയും നഗരസഭാ ചെയർമാനും ജില്ലാ കളക്ടറെ സമീപിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. ഇൻഡോർ സ്റ്റേഡിയം ഭൂമിയുടെ പേരിൽ 27 കോടിയും വാട്ടർ അതോറിറ്റി നൽകാനുള്ള 33 കോടി രൂപയുമാണ് സർക്കാർ കണക്കിൽ ചാലക്കുടി നഗരസഭയുടെ കുടിശ്ശിക. ഇൻഡോർ സ്റ്റേഡിയത്തിന് 3 ഏക്കർ ഭൂമി ഏറ്റെടുത്ത വകയിൽ സ്വകാര്യ വ്യക്തികൾക്ക് കോടതി ഇടപെടലിനെ തുടർന്ന് നൽകേണ്ടതായ 12 കോടി രൂപയാണ് കുടിശ്ശികയെ തുടർന്ന് 45 കോടിയായി മാറിയത്. ഇതിൽ 10 വർഷത്തിനിടെ 18 കോടി നഗരസഭ അടച്ചു തീർത്തു. ഒടുവിൽ നൽകാനുണ്ടായ 27 കോടി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് MDയാണ് ഇരിങ്ങാലക്കുട സബ് കോടതിയിൽ അടച്ചത്. വിധിയുടമകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സിയാൽ സർക്കാരിന് നൽകേണ്ട ലാഭവിഹിതം ഈടാക്കുവാൻ കോടതി ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ നവംബർ 5-ന് സിയാൽ കമ്പനി അടച്ച തുക എഴുതിത്തള്ളണമെന്ന് അപേക്ഷിച്ച് ചാലക്കുടി നഗരസഭ സർക്കാരിന് കത്ത് നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. കാലങ്ങളായി പൊതു ടാപ്പുകളിൽ നിന്നും വെള്ളം ഉപയോഗിച്ചതിൻ്റെ കരവും പലിശയും അടക്കം വാട്ടർ അതോറിറ്റിക്ക് നൽകാനുള്ള 33 കോടി രൂപയാണ് മറ്റൊരു ജപ്തി ഭീഷണി. വെള്ളത്തിൻ്റെ കുടിശ്ശികയിൽ പലിശ ഒഴിവാക്കണമെന്നും നഗരസഭ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. വളരെ ലാഘവത്തോടെയാണ് നഗരസഭാ ഭരണസമിതി പ്രശ്നത്തെ കണ്ടതെന്ന് പരക്കെ ആക്ഷേപമുയർന്നിരുന്നു. കുടിശ്ശിക അടച്ചില്ലെങ്കിൽ പ്രശ്നം അതീവ ഗുരുതരമാകുമെന്ന സ്ഥിതിയാണിപ്പോൾ. TCV ന്യൂസ്, ചാലക്കുടി.